ഏകദേശം 15,000-ൽ പരം വർഷങ്ങൾക്ക് മുൻപാണത്രേ അത് സംഭവിച്ചത്. അങ്ങ് ദൂരെ ഹിമാലയ ശിഖരങ്ങളിലൊന്നിൽ ഒരു ദിവസം ഉറച്ച നൃത്ത ചുവടുകൾ ചവിട്ടിക്കൊണ്ട് തേജോമയനായ ഒരു യോഗീശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. മഞ്ഞുമൂടിയ ഹിമാലയ നിരകളോട് കിടപിടിക്കുന്ന വെളുവെളുത്ത ദേഹത്തോടു കൂടിയ ഒരു ദൃഢഗാത്രൻ. തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു കുതിരയുടെ ചെവിക്കൊപ്പം വരുന്ന ഉയരമുണ്ടായിരുന്നു ആ ദേഹത്തിന്. മുകളിലേക്ക് അലക്ഷ്യമായി കെട്ടിവെച്ച ജടാഭാരത്തിന് അഗ്നിനാളങ്ങളോട് മത്സരിക്കുന്ന പിങ്കള വർണ്ണമായിരുന്നു. യോഗിയുടെ വലം കൈയിലെ ഡമരു സദാ താളത്തിൽ നാദം മുഴുക്കിക്കൊണ്ടിരുന്നു. ആ താളത്തിനൊപ്പിച്ച് ഏതോ ദിവ്യമായ നിർവൃതിയിലാണ്ട് മുങ്ങിക്കൊണ്ടെന്ന പോലെ ആ യോഗി സദാ ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ടിരുന്നു. തദ്ദേശവാസികളിൽ ആരും തന്നെ അന്നോളം അങ്ങനെ ഒരാളെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലായിരുന്നു. ആരാണ് ഇയാളെന്നവർ പരസ്പരം ചോദിച്ചു. ഇന്നോളം അവർക്ക് പരിചിതമല്ലാത്ത രൂപഭാവങ്ങളോടുകൂടി ഏതോ ദിവ്യാനുഭൂതിയിൽ ആണ്ടുമുങ്ങി നൃത്തം ചെയ്യുകയും ഇടയ്ക്കിടെ പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ആ അസാമാന്യ രൂപന് ചുറ്റും അവർ ആകാംക്ഷയോടെ കൂടി നിന്നു. അദ്ദേഹത്തോട് നിങ്ങൾ ആരാണെന്നവർ ചോദിച്ചു നോക്കി. പക്ഷേ അദ്ദേഹം അത് കേട്ട ഭാവം പോലും നടിച്ചില്ല. അദ്ദേഹം പൊട്ടിച്ചിരിച്ചു, നൃത്തം ചെയ്തു, വീണ്ടും വീണ്ടും ഏതോ അലൗകിക ലഹരിയിലാണ്ട് മുങ്ങിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ദേഹത്തിൽ നിന്ന് പ്രസരിക്കുന്ന ചൂട് നിമിത്തവും കണ്ണുകളിലെ തീക്ഷ്ണമായ ഭാവമാറ്റങ്ങൾ നിമിത്തവും ഒരു പരിധി വിട്ട് ആർക്കും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാനുള്ള ധൈര്യമുണ്ടായില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ആ മനഃശാന്തി അവർ ഇന്നോളം അനുഭവിക്കാത്തതായിരുന്നു. ആ യോഗീശ്വരൻ തങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കില്ല എന്ന പ്രതീക്ഷയിൽ അവർ കൂട്ടത്തോടെ അദ്ദേഹത്തിന്റെ സമീപത്ത് കാത്തുനിന്നു. കാത്തിരിപ്പ് മണിക്കൂറുകൾ പിന്നിട്ടു. മണിക്കൂറുകൾ ദിവസങ്ങളും, ദിവസങ്ങൾ മാസങ്ങളും, മാസങ്ങൾ വർഷങ്ങളുമായി കൊഴിഞ്ഞുപോയി. കാത്തുനിന്നവരിൽ പലരും പെറുപെറുത്ത് പല വഴിക്ക് പിരിഞ്ഞുപോയി. ഒടുവിൽ അവിടെ 7 പേർ മാത്രം അവശേഷിച്ചു. എന്തു വന്നാലും എത്ര കഴിഞ്ഞാലും ഈ യോഗിയുടെ ആനന്ദ രഹസ്യം അറിയാതെ മടങ്ങില്ല എന്നവർ ഉറപ്പിച്ചിരുന്നു. അപ്പോഴും അഗ്നികണക്ക് ജ്വലിച്ചുകൊണ്ട് യോഗീശ്വരൻ തൻ്റെ ആനന്ദ നൃത്തം തുടരുകയായിരുന്നു. ഈ 7 പേർ പലപ്പോഴായി അടുക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം അവരെ ഗവനിച്ചു പോലുമില്ല. 7 പേരും കാത്തുനിൽപ്പ് തുടർന്നു. അങ്ങനെ വീണ്ടും അനേകം വർഷങ്ങൾ പിന്നിട്ടു. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം അദ്ദേഹം അവരെ അടുത്തേക്ക് മാടി വിളിച്ചു. 7 പേരും അത്യാഹ്ലാദത്തോടെ എന്തോ ഉപദേശിക്കുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. ആ യോഗീശ്വരൻ അവിടെയുള്ള ഒരു പാറപ്പുറത്ത് വടക്ക് നിന്ന് തെക്കോട്ട് മുഖം നോക്കിയിരുന്നു. ശേഷം തൻ്റെ ഇടതുകാൽ മടിയിൽ വച്ച് വലതുകാൽ തൂക്കിയിട്ടു. വലതു കൈയിൽ മഹാമുദ്രയായ ചിന്മുദ്ര പിടിച്ചു. യോഗീശ്വരൻ ചിന്മുദ്ര പിടിച്ച ആ ശുഭമുഹൂർത്തത്തിലാണ് ലോകത്തുള്ള സമസ്ത ഗുരു പരമ്പരയുടെയും ശീർഷസ്ഥാനം അലങ്കരിക്കുന്ന ആ ആദിഗുരു ജന്മമെടുക്കുന്നത്. സാക്ഷാൽ ദക്ഷിണാമൂർത്തി. കാൽച്ചുവട്ടിലിരിക്കുന്ന 7 പേരാകട്ടെ ലോകത്തിലെ ആദ്യ ശിഷ്യന്മാരായ സപ്തർഷിമാരുമായി. എന്നിട്ട് ഒരക്ഷരം പോലും സംസാരിക്കാതെ അവരെ നോക്കിക്കൊണ്ട് അദ്ദേഹം തൻ്റെ കണ്ണുകളടച്ചു, മൗനമായി ധ്യാനത്തിലാണ്ടു. പക്ഷെ ആ നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ ചുറ്റുമിരുന്ന ആ 7 പേരും ആ ശാന്തഗംഭീരമായ മൗനാർത്ഥത്തിൽ നിന്നൊഴുകിയ ജ്ഞാനധാരയെ അനുഭവിച്ചറിയാൻ തുടങ്ങി. ഒരു വാക്കിൻ്റെ പോലും സഹായമില്ലാതെ ഗുരുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് 7 ശിഷ്യ ഹൃദയങ്ങളിലേക്ക് പ്രപഞ്ചത്തിലെ സമസ്ത അറിവുകളും തടസ്സമില്ലാതെ ഒഴുകിയെത്തി. ആ ഗുരുവിൻ്റെ ഗംഭീര മൗനം ശിഷ്യന്മാരുടെ വർഷങ്ങൾ നീണ്ട ജ്ഞാനദാഹത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി. ആ മൗനാർത്ഥങ്ങളെ പരിപൂർണമായി ഉൾക്കൊണ്ട് ആനന്ദ നിർവൃതിയിൽ മുഴുകിക്കൊണ്ട് ഗുരുവിനു മുമ്പിൽ സ്ഥലകാലബോധമില്ലാതെ ശിഷ്യന്മാരിരുന്നു. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. ഒടുവിൽ ഗുരു തന്നെ ശിഷ്യന്മാരെ ഉണർത്തി. വിദ്യാഭ്യാസം പൂർത്തിയായെന്നും ഇനി മടങ്ങിപ്പോയിക്കൊള്ളാനും ആവശ്യപ്പെട്ടു. ഗുരുവിനെ പിരിഞ്ഞ ദുഃഖത്തോടെ തിരിഞ്ഞു നടന്ന അവർ ഒരു പിൻവിളി കേട്ട് തിരിഞ്ഞു നിന്നു. എവിടെ എൻ്റെ ഗുരുദക്ഷിണ എന്ന ഗുരുവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അവർ അടിമുടി ചൂളി നിന്നു. ദക്ഷിണയോ? ഗുരു, ഞങ്ങളുടെ കയ്യിൽ അങ്ങേക്ക് തരാൻ ഒന്നുമില്ല. ആ മറുപടി അദ്ദേഹം ഒട്ടും തൃപ്തനാവാതെ നീരസഭാവം പൂണ്ടു. കൂട്ടത്തിൽ കുറിയ പ്രകൃതമുള്ള അഗസ്ത്യർക്കാണ് അത് ആദ്യം മനസ്സിലായത്. അദ്ദേഹം ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു, ഉവ്വ് ഗുരു, ഉവ്വ്. അങ്ങ് തന്ന അറിവുകളെല്ലാം ഞങ്ങളുടെ പക്കലുണ്ട്. അതെല്ലാം ഞങ്ങളിതാ അങ്ങേക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുന്നു.
അത് കേട്ട യോഗീശ്വരന്റെ കണ്ണുകളിൽ കാരുണ്യക്കടലിരമ്പി, ചുണ്ടുകളിൽ മന്ദഹാസം വിരിഞ്ഞു. അവിടുന്ന് അവർ 7 പേരെയും അരികെ വിളിച്ച് ഗാഢമായി ആശ്ലേഷിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പഠിച്ച വിദ്യകളെ പ്രഘോഷിപ്പിക്കാൻ ആവശ്യപ്പെട്ടു, പറഞ്ഞയച്ചു. അറിവിൻ്റെ ഭാരം പോലും അവശേഷിപ്പിക്കാതെ ആ ശിഷ്യന്മാർ ഗുരുവിൻ്റെ ആജ്ഞയനുസരിക്കാൻ നടന്നു നീങ്ങി. അന്നു തൊട്ടിന്ന് വരെ സദാശിവനിൽ നിന്ന് തുടങ്ങി അനേകം ഗുരുക്കന്മാരിലൂടെ അനുസ്യൂതം പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന സകല ഗുരുപരമ്പരകളുടെയും ഗുരുക്കന്മാരുടെയും കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുപൂർണിമാശംസകൾ.